അപ്പോൾ 2017 ഒരു കിടിലൻ എൻഡോറുമായിട്ടാണ് ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത്. എന്താ അറിയില്ല, എൻഡോർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആദ്യം തന്നെ ഒരു നല്ലൊരു ചിരിയിലൊക്കെയാണ് തുടങ്ങാൻ പറ്റുക. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് 3.2 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. BS4 വന്നിട്ടുള്ള 2017 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. നല്ലൊരു അടിപൊളി ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ്. യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് വാഹനത്തിന് സംഭവിച്ചിട്ടുള്ള HR26 ഗുഡ്ഗാവിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1,09,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. കാരണം അത് ഓടിച്ചു വരുന്ന സമയത്ത് യാതൊരു സസ്പെൻഷനൊക്കെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഇപ്പം ഫോർഡിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം തന്നെ അടിപൊളി തന്നെയാണ്. ഈ ഒരു എൻഡവറിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ ഇതിന് മുന്നേ ഫസ്റ്റ് ടൈം എൻഡവർ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കപ്പലിലൊക്കെ പോകുന്നൊരു ഫീല്. അന്ന് കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ വേറെ വണ്ടികൾ ഓടിക്കായിട്ടാണെന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാനത് വിട്ടു തരില്ല. ഇതിൻ്റെ സസ്പെൻഷൻ അത്രയും പെർഫെക്റ്റ് തന്നെയാണ്. ഫോർച്യൂണറായിട്ടൊന്നും യാതൊരു രീതിയിലുള്ള കമ്പാരിസനും ഈ എൻഡവർ ഇല്ല, നിൽക്കില്ല. കാരണം ജയിക്കും, അതുകൊണ്ട് തന്നെ നിൽക്കാനില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുപോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻജിൻ പെർഫോമൻസ് കൂടിയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. 3.2 6 സ്പീഡാണ്, ഓട്ടോമാറ്റിക്കാണ്, അതുപോലെ തന്നെ ടൈറ്റാനിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പനോരമിക് റൂഫൊക്കെ വരുന്നുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ വാഹനം. ഞാൻ ഇതിൻ്റെ പെയിൻറ്റൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ആകെ ഈ ഒരു ഫെൻഡറും അതേപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ ഡോറും മാത്രമാണ് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒറിജിനൽ പെയിൻറ്റാണ്. ബോണറ്റ് ഒറിജിനൽ പെയിൻറ്റാണ്. ഈ ഒരു ഡോറും റൂഫും ഡിക്കിയും എല്ലാം ഒറിജിനൽ പെയിൻറ്റാണ് വാഹനത്തിന് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ കണ്ടില്ല, നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടില്ല, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ മുകളിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചൊന്നും നിലവിലില്ല. പിന്നെ ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ചുളിവൊക്കെ വന്നിട്ടുണ്ട്. കാരണം പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് റെസ്റ്റ് മാറ്റണം എന്നുള്ളവർക്ക് മാറ്റാം, അല്ലാത്തവർക്ക് ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അത് എടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറയണ്ടേ, ആ രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ ടയർ വാങ്ങൽ ഒരു 80% മുകളിൽ തന്നെ ടയറുണ്ട്. ഇതൊക്കെ നല്ല കട്ടിയുള്ള ടയറാട്ടോ. ഒരു 80-90% ടയർ ലൈഫ്, ത്രെഡ് ലൈഫ് നമുക്ക് ബാക്കി പറയാം. സിയറ്റിൻ്റെ നല്ലൊരു അടിപൊളി ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ടത്തെ ടയറും ഓൾമോസ്റ്റ് ഒരു 80-90% ടയേഴ്സ് പറയാം. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് എല്ലാം 17 ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും റീപ്ലേസ്ഡ് അല്ല. അതുപോലെ തന്നെ ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ്, റീപ്ലേസ്ഡ് അല്ല കേട്ടോ. ഈ ഒരു ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡോർ തന്നെയാണ്, റീപ്ലേസ്ഡ് അല്ല. അതിലും ഇന്റീരിയറിലെ വിഷയത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേയായിട്ട് നമുക്ക് ഔട്ടർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം വരാം. പിന്നെ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള വർക്കോ ഒന്നുമില്ല. 4 വീൽ ഡ്രൈവ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2019 ചെയ്തിട്ടുണ്ടായിരുന്നു. 19-നകത്ത് നമ്മളിവിടെ കാലുകൊണ്ടാക്കി കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പണായി വരുമായിരുന്നു. പക്ഷേ 17 മോഡലിനൊന്നും ഈ ഒരു ഫീച്ചേഴ്സ് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കീക്കകത്ത് നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പണായി വരും കേട്ടോ. ബൂട്ടും റീപ്ലേസ്ഡ് അല്ല, ഒറിജിനൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോർണറിലേക്ക്, ഈ ഒരു പില്ലറിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും നടന്നിട്ടില്ല. എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട്. യാതൊരു രീതിയിലുള്ള വർക്കും ബോഡി വൈസ് ഈ ഒരു വാഹനത്തിൻ്റെ പുറകിലൊന്നും എടുത്തിട്ടില്ല. ഡിക്കൊന്നും അഴിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണുള്ളത്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പുറകിലത്തെ സ്പേസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സീറ്റൊക്കെ ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വർക്കിംഗ് ആട്ടോ. ഇപ്പോൾ ചില വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉപയോഗിക്കണം. ഇത് നമുക്ക് വൺ ടച്ച് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ ബൂട്ടിൻ്റെത് ബട്ടണിനകത്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവങ്ങളൊക്കെ നിലവിൽ വർക്കിംഗ് ആണ്. യാതൊരു ഇഷ്യൂ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു വണ്ടിയാണ്. ഇത് നമുക്ക് പുറകിൽ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിലവിൽ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ വർക്കോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് ഇല്ല. ടയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ 2 ടയേഴ്സും സിയറ്റിൻ്റെ ടയർ തന്നെയാണ്. 4 ടയറും സിയറ്റിൻ്റെ ടയറാണ്. ഓൾമോസ്റ്റ് ഒരു 80-90% ത്രെഡ് ലൈഫ് നമുക്ക് ബാക്കി പറയാൻ പറ്റും. ഈ ഒരു ഡോറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മേജർ പുട്ടി കാര്യങ്ങളൊന്നും കയറിയിട്ടുള്ള വർക്കല്ല കേട്ടോ. ജസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് മാത്രമാണ് കയറിയിട്ടുള്ളത്. ചിലപ്പോൾ മൈനർ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റീപെയിൻറ്റ് ചെയ്തായിരിക്കാം. അല്ലാതെ വേറെ ഡെൻറ്റ് വർക്കോ പുട്ടി വർക്കോ ഒന്നും ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടില്ല. പുറകത്തെ റോ നമുക്ക് ഏതായാലും നോക്കാം. ഡോറ് ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. ഉള്ളൊക്കെ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ കേട്ടോ. സൺറൂഫൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. പ്രോപ്പറായിട്ട് തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്.
അബ്നോർമലായിട്ടുള്ള സൗണ്ടോ അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഡൽഹിയിൽ വീണ്ടും ചൂട് തുടങ്ങിയിട്ടുണ്ട്. യെസ്. ബാക്കി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,09,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ബാക്കി ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ AC കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ, 4x4 ബട്ടൺസ് കാര്യങ്ങൾ, പാർക്ക് അസിസ്റ്റ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ എൻഡോറിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ നല്ല ക്ലീൻ ആട്ടോ, യാതൊരു ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ എന്തോ പെർഫ്യൂം വെച്ചതിൻ്റെ ഒരു ഗമ്മുണ്ട്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബട്ടൺസൊക്കെ പക്കാണ്. എല്ലാം കണ്ടോ, സ്റ്റോക്കായിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണോ യാതൊരു രീതിയിലുള്ള തേയ്മാനങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. നിങ്ങൾ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ബട്ടൺസ് കണ്ടോ, ഇപ്പോൾ കുറേ ഓടിയ വണ്ടി കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ തേയ്മാനം വരും, പക്ഷേ ഇതിൻ്റെ മുകളിലൊന്നും യാതൊരു രീതിയിലുള്ള തേയ്മാനം വന്നിട്ടില്ല. ആ സ്റ്റോക്ക് കണ്ടീഷനുള്ള സ്റ്റിയറിംഗ് എങ്ങനെയാണോ അതേപോലെ തന്നെ നിലവിലുണ്ട്. പിന്നെ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പവർ വിൻഡോയുടെ ബട്ടൺസ് വർക്കിംഗ് ആണ്. സീറ്റ് ഇത് ഒറിജിനൽ സീറ്റ് തന്നെയാണ് കേട്ടോ, ഇത് പീസ് കട്ട് ചെയ്തിട്ട് മാറ്റി അടിച്ചൊന്നുമല്ല, ഒറിജിനൽ സ്റ്റോക്ക് വന്നിട്ടുള്ള സീറ്റാണ് നിലവിലുള്ളത്. പിന്നെ ഈ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഈ ഒരു സൈഡിലും ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. ഈ ടയർ നമുക്കൊരു 80% പറയാൻ പറ്റും. ഫെൻഡർ ഒക്കെയാണ്, അത് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ബോണറ്റ് ഒറിജിനൽ പെയിൻ്റാണ്. ഈ ഒരു സൈഡിൽ ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻജിൻ റൂമും കൂടി ഞാൻ കാണിച്ചു തരാം. ഷോക്ക് വർക്കിംഗ് ആണ്, അത് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു 10 എൻഡോർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 5 എണ്ണത്തിൻ്റെ ഈ ഒരു ഷോക്കൊക്കെ വർക്കിംഗ് ഉണ്ടാവാറുള്ളൂ. ഷോക്ക് കുറേ വലിയ പൈസ വരുന്ന എന്താ പറയുക പാർട്സ് ഒന്നുമില്ല, എന്നാലും ഞാനത് ഒന്ന് എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ഇതിനുള്ളിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല. എൻജിൻ റൂമൊക്കെ നല്ല അടിപൊളി എൻജിൻ റൂം തന്നെയാണ്. ഓയിൽ ലീക്കേജ് ഒന്നുമില്ല കേട്ടോ. പ്രോപ്പറായിട്ടുള്ള നല്ല വർക്കിംഗ് ആണ് വണ്ടിക്കുള്ളത്. ബോണറ്റും ഒറിജിനലാണ്, റീപ്ലേസ്ഡ് അല്ല. ഏതായാലും നല്ലൊരു ക്വാളിറ്റി തന്നെ കിടക്കുന്ന ഒരു ഫോർഡിൻ്റെ എൻഡവറാണ് ഈ ഒരു വാഹനം. അപ്പോൾ നമ്മൾ ഏതായാലും ഒരുവിധം കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് പറഞ്ഞു തന്നു. ഫ്രണ്ടിൽ സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസും ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. 2017 ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള ഫോർഡിൻ്റെ എൻഡവറാണ്. 2017 ആണ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ രജിസ്ട്രേഷനും വന്നിട്ടുള്ളത്. 1,09,000 ഓടിയിട്ടുള്ളത്. 3.2 6 സ്പീഡ് ടൈറ്റാനിയായിട്ട് വരുന്നത്. ഈ ഒരു 3.2 6 സ്പീഡിനകത്ത് തന്നെ നമുക്ക് വേറെ ട്രെൻഡ് ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സൺറൂഫ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ടൈറ്റാനിയം എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 4x4 ആണ്, 4x4 ഓട്ടോമാറ്റിക് ആണ് വാഹനം. അപ്പം എൻഡവറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നല്ലൊരു വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ എന്താ പറയുക ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,25,000 ആണ്. ചെറിയ രീതിയിലൊരു നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫിക്സഡ് പ്രൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ഫിക്സഡ് ആണ് അല്ലെങ്കിൽ ഫൈനൽ റേറ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് 17,25 ആണ്. ചെറിയ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്ന ഡൽഹിയിലാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഏതായാലും ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂസ്ഡ് കാർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതിനകത്ത് വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിന് ലിങ്ക് വരും. അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു.